PC ജോർജ് എന്ന് പറഞ്ഞാൽ വാബോയോട് കോടാലിയല്ലേ? അത് വല്ലത് നോക്കുക. അതൊക്കെ വെറും ആളുകളെല്ലാം ചവച്ചു തുപ്പി കളഞ്ഞ ഒരു ചുച്ചിഷ്ടമാണ്. ആർക്കും വേണമായിട്ട് അവസാനം പോയി ലയിച്ചതല്ലേ BJP? സ്വന്തം ആസ്തിത്വം ഇല്ലാത്തതുകൊണ്ടല്ലേ? എന്താ നിന്റെ ഉദ്ദേശം? BJP-ക്കാർക്ക് ഒരു അബദ്ധം പറ്റിയും. അവര് ഈ PC ജോർജ് അല്ല ഉദ്ദേശിച്ചത്, മകനെയാണ് ഉദ്ദേശിച്ചത്. ഇവ മകനെ അടുപ്പിക്കാതെ അക്ബറാണ് ഇപ്പൊ മുമ്പിൽ ചാടിയിരിക്കുന്നത്. അദ്ദേഹത്തിന് ആർക്ക് വേണം? അത് ഒരു പഴംതുണി, പഴങ്കഞ്ഞി, കാലഹരണപ്പെട്ടൊരു സാധനം. നാറ്റ കേസ് തൽക്കാലം ആരോടും പറയണ്ട. നീ ഇതിന് കൂട്ടിക്കൊന്ന് ഞാൻ കരുതിയില്ല. യൂട്യൂബിൽ അനിൽ ആന്റണിക്ക് വോട്ട് നേടിക്കൊടുക്കാൻ PC ജോർജിന് കഴിയുമോ? PC ജോർജിന് എങ്ങനെ നടക്കുന്നത്? അയാളുടെ വീട്ടിൽ മകനോട് പോലും പറഞ്ഞാൽ കേൾക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു കുഴപ്പമില്ല, സന്തോഷമുള്ള മക്കളെ, സന്തോഷായി. അയാൾക്ക് ഒരു വോട്ട് നേടാൻ ഒരു സ്ഥലത്ത് സാധിക്കില്ല. പിന്നെ ഉണ്ട വെടിയടിക്കും. നിങ്ങളെ കൂട്ടുള്ളവരാണ് അയാളെ നശിപ്പിക്കണത്. അവനാള് സ്വല്പം പെശക. അവൻ എനിക്കിട്ട് പണിഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ ഉണ്ണി താൻ. കാരണം അയാളെ സംബന്ധിച്ചിടത്തോളം അയാളെ കൊണ്ട് ഊളംപാറ അയക്കേണ്ടതാണ്. നിങ്ങളിപ്പോ ഈ കാണിക്കുന്നത് മുഴുവൻ ശുദ്ധ പോക്കർത്തരാട്ടോ. ജോർജിനെ സംബന്ധിച്ചിടത്തോളം അയാൾ ആരും ഒക്കെ ആണെന്ന് കാണുന്നുണ്ട്. അയാൾ ആരുമല്ല എന്ന് പറഞ്ഞു കൊടുക്കാൻ ആരുമില്ല. ഇയാളെന്താ ഒരുമാതിരി മുള്ള വെച്ച വർത്താനം പറയുന്നത്? പേരും നിറവും വഴിയെ പോയിട്ടില്ല. രാവിലെ എന്ന് പറയും, ഉച്ചയ്ക്ക് നിലപാട് മാറും. ഓരോരുത്തരും കണ്ട് കാണുന്ന അനുസരിച്ച് നിലപാട് മാറ്റി ഒരു നിലപാടും ഇല്ലാതെ ഇവന്റെ കോമഡി കണ്ട പൊങ്കാലായിട്ട് അടിച്ചു കൊല്ലാൻ തോന്നുന്നു. മിണ്ടരുത്. പ്രധാനമന്ത്രി ആകണമെന്ന് തോന്നുന്നതുണ്ടായാൽ എന്നോട് എന്താ ചെയ്യേണ്ടത്? എന്നോട് ചെയ്യാനുള്ള പ്രവർത്തകർ ഇവരെന്തോ മാനസികമായി കുഴപ്പമുണ്ട് എന്ന് കണക്കാക്കി എന്നെ ഉടനെ ഊളംപാറ അഡ്മിറ്റ് ചെയ്യാനായിട്ട് ശ്രമം നടത്തണം. സത്യം പറഞ്ഞ് വിശ്വസിക്കൂ. എനിക്കത് ഓർമ്മയില്ല. ഞാൻ പോകുന്നു. ബൈ ബൈ.